പിന്നെ എനിക്ക് ഈ പ്ലേറ്റ് ഒന്ന് പിടിച്ചേ. ഇത് ശരിയാണല്ലോ. അത് ശരിയല്ല, അതൊന്നുകൂടി പിടിച്ച് കറക്റ്റാക്കി. എന്താ അതിന് കുഴപ്പം? അങ്ങനെ പോരെ. കല്യാണത്തിന് തന്നെ പെണ്ണുങ്ങളൊക്കെ നോക്കൂ സാരി ഒക്കെ. ഓ പിന്നെ പെണ്ണുങ്ങൾ സാരി നോക്കൂ ഒന്ന് പിടിക്കേ. ഈ ഓരോ കല്യാണത്തിനും ഓരോ സാരി എന്നുള്ള പരിപാടി നിർത്തിക്കോട്ടോ. അയ്യടാ, പിന്നെ ഒരു സാരി തന്നെ എല്ലാ കല്യാണത്തിനും. എന്തിനീ സാരി ഇങ്ങനെ മാറ്റി മാറ്റിട്ട് കല്യാണത്തിന്? പിന്നെ ഒരു സാരി എല്ലാ കല്യാണത്തിനും കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ആൾക്കാർ കാണൂലേ? ആളുകൾ കണ്ടോട്ടെ, നല്ലതല്ലേ? അല്ല, ഇത് പിടിച്ചേ. കല്യാണം ഓരോരുത്തർക്ക് കഴിക്കാൻ മനുഷ്യനെ. ഓ നിങ്ങൾ എന്താ ഇവിടെ കാണിക്കണേ? പാതിലടച്ചിട്ട് എന്താണ് എവിടെ? എന്താണ്? അല്ല, നിങ്ങളെങ്ങടാ? ഞങ്ങള് കല്യാണത്തിന്. ഏത് കല്യാണം? അന്നേ അച്ഛാ വന്നില്ലേ നാരായണേട്ടൻ. നാരായണേട്ടന്റെ മോളുടെ കല്യാണം. അത് ഇന്നാ? ആ പോരെ. രണ്ടാളും പോണ്ടാ? ഉണ്ട് അച്ഛാ, വൈകി. ഞാനൊന്ന് റെഡി ആവട്ടെ. ഇങ്ങോട്ട് ഞാൻ റെഡി ആവട്ടെ കേട്ടോ അച്ഛാ. റെഡിയാവും റെഡിയാവും. എന്ത് കഷ്ടാണ് സാരി എടുക്കാൻ സമ്മതിക്കില്ല. അതെ, അച്ഛനുള്ള ഭക്ഷണമൊക്കെ എന്ത് ചെയ്ത്? അച്ഛന് കഞ്ഞിയും പയറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഞ്ഞി അതിന്റെ ഉള്ളിൽ വർത്തനം ഉണ്ടാവും. ഒരു വർത്താനം ഇല്ല. അച്ഛന് ഇന്നലെ തന്നെ പറഞ്ഞു പയറ് വേണമെന്ന്. പയറൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, കല്യാണം കഴിഞ്ഞിട്ട് നീ നേരെ ഇങ്ങോട്ട് പോരുക കേട്ടാ. ഞാൻ അവിടെ നിന്ന് മറ്റേ ഹോം നേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് അങ്ങോട്ട് പോവാം. അതായിക്കോട്ടെ, പക്ഷെ ഞാൻ സദ്യ ഉണ്ടിട്ടേ വരുള്ളൂ. ഞാനേ സദ്യ ഉണ്ടിട്ടേ വരുള്ളൂ. സദ്യ ഉണ്ടോ? പക്ഷെ ആദ്യത്തെ പന്തിക്ക് ഇരുന്ന് വന്നിട്ട് വേഗം പോരണം കൊണ്ട്. എന്തൊരു കഷ്ടമാണ്. എവിടെ പോയാലും ഒരു മണിക്കൂർ പോലും എനിക്ക് ആരെയും കണ്ട് നിക്കാൻ പാടില്ല. റെഡിയായില്ലേ? റെഡിയായി. ഇന്ന് പോയിട്ട് ഹോം നേഴ്സിന്റെ കാര്യം തീരുമാനമാക്കിക്കോണം. എവിടെ പോകാനും പറ്റില്ല. തുറക്കേ. അതാ തുറക്കണം. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, വാ പോവാം. ഞാനുണ്ട്. എവിടേക്ക്? കല്യാണത്തിന്. കല്യാണത്തിന്? നടൻ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കല്യാണത്തിന്. അപ്പൊ അച്ഛൻ കല്യാണത്തിന് വന്ന എങ്ങനെ ശരിയാവുക? എന്തേ ഈ വയ്യാതിരിക്കുന്ന സമയത്തൊക്കെ അതുവരെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ക്ഷീണാവും, കിടക്കും. പിന്നെയും ഇവിടെ കാറിലല്ലേ പോണു, പിന്നെന്താ? അച്ഛൻ കാറിൽ പോണ്ടതല്ല, അവിടെ വന്ന് അച്ഛന് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനൊക്കെ തോന്നില്ലേ? നിങ്ങളില്ലേ? ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ അങ്ങനെ പറ്റില്ല. ദേഷ്യപ്പെടുക എന്നോട് പറഞ്ഞതാണ്. എന്നോട് അവിടെ ഭയങ്കര തിരക്കായിരിക്കും അച്ഛാ. കല്യാണത്തിന് തിരക്ക് വേണ്ട കുട്ടി. അതെ, അച്ഛൻ പറഞ്ഞ അച്ഛൻ വന്ന ബുദ്ധിമുട്ടാ. ഒരു കാര്യം ചെയ്യും, അച്ഛൻ ഇവിടെ ഇരുന്നോ. നീ കല്യാണം കഴിഞ്ഞ് നാരായണോട് വേണമെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറയാം. അത് മതി അച്ഛാ, ഞാൻ പോയിട്ട് വേഗം ഇങ്ങോട്ട് വരാം. ഞാൻ വേഗം വരാം. അപ്പൊ പിന്നെ അധികം നേരം നമ്മൾ മൂന്നാളും പോയിട്ട് വേഗം ഇങ്ങോട്ട് വരാം. ഞാൻ വാച്ച് കേട്ടോ. ഞാൻ വാച്ച് കെട്ടിയിട്ട് വരാം. അത് വേണ്ട, അച്ഛൻ പോകുന്ന ശരിയാവില്ല. വേറെ റെഡിയാവും. ഞാനുണ്ട്. എന്ത് ഈ അച്ഛൻ പറയണേ? അച്ഛൻ അവിടെ വന്നിരിക്കാൻ പറ്റുമോ അത്ര നേരം? ഇത്ര ആൾക്കാർ വരുന്ന സ്ഥലാ. ഇപ്പൊ തന്നെ ചുമയ്ക്കൊന്നും കുറഞ്ഞിട്ടുള്ളൂ. ഇനി തിരിച്ചു വന്ന കിടപ്പിലായ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ലീവ് എടുക്കേണ്ടി വരും. എങ്ങനെ പറയണീ? എന്തെന്നപ്പം ചെയ്യാൻ പോണ്? ബാഗില്ലേ? എന്തൊരു കല്യാണത്തിന് മുമ്പ് ബാഗ്? അപ്പൊ നീ പോക്കറ്റിൽ വരും. അതാ വണ്ടിയിൽ വെച്ചാ പോരെ. ഇന്ന് തന്നെ ഹോം നേഴ്സിന്റെ കാര്യം തീരുമാനമാക്കണം കേട്ടോ. ഒന്നാമതേ അച്ഛന് സങ്കടമുണ്ട്. പിന്നെ അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യവും അല്ല. അപ്പൊ എന്തായാലും ഒരാളെ നിർത്തിയേ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും ജോലിക്ക് പോകണ്ടേ? പിന്നെ ആ ഓഫീസിൽ പോയി ചോദിക്കുമ്പോ ഒരു കാര്യം കൂടെ ചോദിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതിപ്പോ നിർബന്ധമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കാവുള്ളൂ. എന്റെ ആ ഓഫീസിലെ സാറിന്റെ വീട്ടിൽ നിർത്തണ കാര്യം പറഞ്ഞപ്പോഴില്ലേ സാറ് പറഞ്ഞതാ അത്. കേട്ടോ? കേക്കണ്ട്. പിന്നെന്താ മൂളാട്ടെ? രാഘവ, ഇവിടെ ഇങ്ങോട്ട് വാ. ഉന്റെ രാഘവ, അത്തിരി നേരത്തെ വരാറുന്നില്ലേ നീ?
കുട്ടികൾ ഇന്നെ പൂട്ടിയിട്ട് പോയില്ലേ? ഇപ്പൊ നീ പുറത്തും ഞാൻ അകത്തു പോയില്ലേ? ഊട്ടിയാ? ആ അതിന് നാരായണന്റെ മോളുടെ കല്യാണത്തിന് പോവാണ് അവര്. ഏടാ നാരായണന്റെ? നമ്മുടെ കൂടെ 4ാം ക്ലാസ് പഠിക്കുമ്പോ ട്രൗസർ തൂറിയ നാരായണൻ ഓർമ്മയില്ലേ? അതെ അതെ. ഓന്റെ മോളെയാ? ആ മോളെ കല്യാണം? മോളുടെ കല്യാണാണ്. എന്നെ വിളിച്ചിട്ടില്ല. അത് മറന്നതാവും. ഇപ്പൊ എന്നെ വിളിച്ചോ? അപ്പൊ ഞാനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേ കുട്ടികൾ എന്നെ പൂട്ടിയിട്ട് അങ്ങോട്ട് പോയി. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ മണിക്കൂറിന് കക്കൂസ് പോണ ആളല്ലേ. ഇപ്പൊ അവർക്ക് ഇപ്പൊ എന്നെ നോക്കാൻ പറ്റണ്ടേ? ഇനിയിപ്പൊ എങ്ങനെ നമ്മള് കളിക്കുക? ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോ നീ പുറത്തും ഞാൻ അകത്തു പോയില്ലേ? അയ്യോ, ഇപ്പൊ ഇതിന്റെ ഉള്ളിലെ കൂടെ കൈയിടാൻ പറ്റുമോ എനിക്ക്? നോക്കട്ടെ. ആ കയ്യിടാ. ഞാൻ കളിക്കാം. എങ്ങനെ? ഞാൻ കളിക്കാം. ഞാൻ കസേരയിടാം. അതെ കസേര. എങ്ങനെ? ഹലോ, അതെ, കോയാസ് ഹെൽപ്പിംഗ് സെന്ററാണ്. ആ ആ നിങ്ങളിത് ചായക്കട അല്ല. അത് നിങ്ങൾ ചോദിക്കുമ്പോ ഇങ്ങനെ ഉണ്ടമ്പരിയും പഴംപൊരിയും ഒക്കെ എടുത്തു തരണമാതിരി ഇവിടുന്ന് ആൾക്കാരനെ എടുത്തു തരാൻ പറ്റൂല. അല്ല, അതെ, അത് മനസ്സിലായി. നിങ്ങൾക്കിപ്പോ ഹോം നേഴ്സും വേലക്കാരൊക്കെ വേണം ഇങ്ങോട്ട് വീട് പറഞ്ഞാലേ ഇവിടെ കളിമണ്ണ് കൊണ്ട് അലമാരയിലെ ആൾക്കാരനെ ഉണ്ടാക്കി വെച്ചേക്കല്ലാന്ന്. ആദ്യം ഇവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്യണോ? ശരി കേട്ടോ. ശരി. എന്താ ആൾക്കാരെ ഒരു വേലക്കാരിനെ ഇങ്ങട് വീടുന്ന് ഇത് ഗോഡറിൽ അരിച്ചാക്ക എടുത്തെടുത്ത് കൊടുക്കാൻ വേണ്ടി. അതാണേ. വലൈക്കും അസ്സലാം. അതെ, എന്താ ഞാൻ കാട്ടേണ്ടത്? എന്നെ ഇവിടെ നിങ്ങൾ എന്റെ പെരയിലേക്ക് പറഞ്ഞൊരു ഹോർഡേഴ്സ് ഇല്ലേ? 3 ദിവസമായി ഓള് പെരയിലേക്ക് വന്നില്ല. വന്നിട്ടില്ലാന്ന്. അതെന്താണ്? ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. എന്താന്ന് ഇപ്പൊ എന്നോട് ചോദിക്കണം. നിങ്ങൾ വിളിച്ചു ചോദിച്ചോളോട്. ഓളെ പേരെന്തത്? സുശീല. സുശീലയാ? ആ എന്തേ? ഡയഗ്നോക് ഡിസ്റ്റീരിയ വാട്ടർമ എന്ന മാരകമായ രോഗം പെട്ട് അമ്മ ആശുപത്രിയിലാ. പാവം ഓളും ആശുപത്രിയിലാ. എങ്ങനെ വരല്? പടച്ചറബി, എന്നാ പിന്നെ ഓളോ അത് വിളിച്ച് പറയണ്ട സാറേ. അതല്ല മര്യാദ. സാറേ, എനിക്ക് വരാൻ പറ്റൂല, നിങ്ങൾ ആടെ ഒന്ന് പോയി പറയുന്ന ഓള് പറയണ്ട. അത് ഓള് ചെയ്തില്ല. അത് പറഞ്ഞില്ല അല്ലേ? ആകെ ഇടങ്ങറായി. എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. എന്റെ മോന് കോളേജിൽ പോകാൻ പറ്റുന്നില്ല. പെണ്ണുങ്ങളെ കാര്യം ആരും നോക്കൂ. പെട്ടെന്നേ എല്ലാ വിഷമത്തില് ചിലപ്പോ അവര് വിട്ടുപോയതാവും. ആശുപത്രി കേസല്ലേ? മതി, കുഴപ്പമില്ല. നമുക്ക് ആക്കി തന്നാ നിങ്ങൾ. നമുക്ക് നോക്കാം. നമുക്ക് അതിനുള്ള സംവിധാനം എന്താ വെച്ചാൽ ചെയ്യാം. പെട്ടെന്ന് ഒരാള് ഇങ്ങനെ എന്റെ കൂടെ തന്നെ വിട്ടാൽ ഞാൻ കൊണ്ടുപോവാ. എന്ത് പെട്ടെന്ന് കൊണ്ടുപോവാൻ അവിടെ പെണ്ണുങ്ങളെ നോക്കാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോകാൻ? നമ്മുടെ കളിമണ്ണുകൊണ്ട് അലമാരയില് ആൾക്കാരനെ ഉണ്ടാക്കി വെച്ചേക്കല്ല എടുത്തിങ്ങോട്ട് തരാന്. സാറേ, അതിന്റെ പ്രൊസീജിയർ ഉണ്ട്. സാറേ, തങ്കമണിയുണ്ട്. തങ്കമണിനെ കൊടുക്കാം. തങ്കമണി ആരായാലും കുഴപ്പമില്ല. പക്ഷെ സാറേ, ഓടി തൊഴിലുറപ്പിന്റെ പണിക്കോന്നെയാണ്. പണി ഇല്ലാത്ത ദിവസം അങ്ങോട്ട് പോയിക്കോളൂ. അത് നടക്കില്ല സാറേ. കാരണം നമുക്ക് ഡെയിലി ആളെ കിട്ടണം. കാരണം അവിടെ വേറെ ആരും ഇല്ല പെണ്ണുങ്ങളെ നോക്കാൻ. അതുകൊണ്ടാണ്. പിന്നെ ആണുങ്ങളാരെങ്കിലും എന്തിട്ടങ്ങൾ പറഞ്ഞു എന്റെ പെണ്ണുങ്ങളെ കുളിപ്പിക്കാനും ഡ്രസ്സ് മാറ്റാനും ആണുങ്ങൾക്ക് കൊണ്ടുപോല്. അല്ല, ഞാൻ പെട്ടെന്ന് ഞാൻ എന്താ വെച്ചാൽ ഈ മറ്റേ മെയിൽ നേഴ്സുമാർ ഒരുപാടുണ്ടേ. അത് നമുക്ക് കിട്ടാൻ കുഴപ്പമില്ല. പെണ്ണുങ്ങളെ ഒന്ന് നോക്കുണ്ടേ? വേറെ നോക്കി നോക്ക്. ജാതി മതമൊന്നും നമുക്ക് പ്രശ്നമല്ല. അല്ല, പ്രശ്നമാക്കിയ കാര്യമില്ല. പണി നടക്കില്ല. വന്നോട്ടെ. പൈസ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. ദൂരത്ത് അവര് ഇത്തിരി അകലുള്ളവരാ. വരുമ്പോ ആ ഒരു വണ്ടി ബസ്സിന്റെ പൈസ അല്ലേ നമ്മള് കൊടുക്കും. അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ വെച്ചാ പിന്നെ അത് ത്രേസ്യാമ കറക്റ്റാ. കുഴപ്പമില്ല. ആയിക്കോട്ടെ. എന്നാ ശരി, നിങ്ങൾ ത്രേസ്യാമനെ അങ്ങോട്ട് വിട്ടാ മതി. അവിടെ ഇരിക്കുങ്ങള് എന്തേ? അതിന്റെ കാര്യങ്ങൾ ശരിയാക്കണ്ടത്. എവിടേക്ക് ഓടണേ? ഇനി എന്ത് കാര്യമാണ്? അതിന്റെ 1500 അതിന്റെ സർവീസ് ചാർജ് അടക്കണോ? പിന്നെ രജിസ്ട്രേഷൻ ഫീ 3500 ഉണ്ട്. പിന്നെ ഒരു മാസത്തെ വരെ ശമ്പളം കൊടുക്കണത് അഡ്വാൻസ് ആയിട്ട് അടക്കണം 12000 അല്ലാന്ന്. ഇതൊക്കെ ഞാൻ സുശീലക്ക് വേണ്ടി തന്നിട്ടുണ്ടല്ലോ. സുശീല പോയില്ലേ? സുശീല പോയി. സുശീല ആകെ 6 ദിവസം വന്നിട്ടുള്ളൂ വീട്ടില്. അപ്പൊ ആ പൈസ പോയിന്നോ? പൈസ പോയി പറഞ്ഞ സുശീല പോയി, അല്ലാണ്ട് പൈസ പോവല്ല. പൈസ ഉണ്ടതല്ല പോയത്. എന്തെന്നാ ഈ പറഞ്ഞത്? ഇതിപ്പോ വേറെ ആളല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ മോനെ, ഈ സുശീലന്റെ അമ്മ ഡിസ്ചാർജ് ആയാൽ സുശീല വരുവോ? സുശീല വരൂലേ? 5 ദിവസത്തേക്ക് മതി. എത്ര ദിവസത്തേക്കാച്ചാലും ഇതിന്റെ പ്രൊസീജിയർ ഇതാണേ. ഇതേമാതിരി അടക്കണോ? സുശീല ഇപ്പൊ അവിടെ വന്ന് പണി കഴിച്ചാൽ പിന്നീട് നിങ്ങള് സുശീലക്ക് തന്നെ വേണ്ടിട്ട് വീണ്ടും ഒരു 12000 അടക്കണ്ട. അതിന്റെ ആവശ്യമില്ല.
ഇതിപ്പോ വേറൊരാളാണ്, വേറൊരു വ്യക്തിയാണ്. ഇവർക്ക് ഇത് കൊടുത്തില്ല വെച്ചാൽ ഇവര് ലേബർ ഓഫീസിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്താൽ ഞങ്ങൾ കൊടുങ്ങൂലേ? ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ ത്രേശ്യാമ വന്ന് ആ 3 ദിവസം കഴിഞ്ഞിട്ട് ഓള് വരണ്ടെന്നാ ഞാൻ വേറെ ഒരു പെണ്ണിനെ തേടി ഇവിടെ വന്നാല് ഓക്ക് കൊടുക്കേണ്ട കൈ പണ്ടേ? ഇപ്പൊ നിങ്ങൾ ഈ ജാതി ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്താണ് പിന്നെ ഒരു അർത്ഥം? ആയിക്കോട്ടെ, നമ്മള് തരാം. നമുക്കിപ്പോ കാര്യം നടക്കണല്ലോ. അതെല്ലാവർക്കും ഇപ്പൊ അതൊക്കെ തന്നെയാണ് ആവശ്യം. അല്ലാതെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എത്ര അടിക്കണ്ടേ? ഞാൻ പറഞ്ഞിട്ട് 1500 റുപ്യ, പിന്നെ ഒരു 3500 രജിസ്ട്രേഷൻ ഫീ ഉണ്ട്, പിന്നെ 12000 റുപ്യ ഒരു മാസത്തെ അവർക്ക് കൊടുക്കണം ശമ്പളം അഡ്വാൻസ് ആയിട്ട് അയക്കണം. ശരി, അത്രേ ഉള്ളൂ. ഗൂഗിൾ പേ ചെയ്താ പോരെ? അത് മതി. അതിപ്പോ നിങ്ങള് ഇപ്പൊ മറ്റേ ഇവർക്ക് ചെയ്തില്ലേ? കാര്യം മിണ്ടണ്ട. ആ നമ്പറിലേക്ക് അയച്ചാൽ മതി. ഞാൻ അയച്ചുതരാം. അപ്പൊ ത്രേശ്യാമ ഉച്ച നമ്മള് കടത്തണം. നിങ്ങൾ ഈ പറയുന്ന മാതിരി വിളിക്കുമ്പോ ഈ ആൾക്കാരൊക്കെ അങ്ങനെ റെഡി എന്ന് പറഞ്ഞിട്ട് വിസിലടിക്കുമ്പോ ഇങ്ങോട്ട് ഓടി വരുന്നവരല്ലത്. നമ്മുടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും സാറേ. അതാണ് എന്താ കൈമത് മേഘോ ത്രേശ്യാമനെ അയക്കണേ. ശരി, ആയിക്കോട്ടെ. അല്ലടാ ഉണ്ണിയെ, ഈ എന്താ നേരത്തെ സുശീലക്ക് എന്താ അസുഖാന്നാ പറഞ്ഞത്? അന്നേരം ആയി തോന്നി പറഞ്ഞു. നമുക്ക് നല്ല കമ്മീഷൻ കിട്ടുന്നിടത്തേക്ക് സുശീലനെ അയച്ചില്ലേ, അത് ഇവിടെ പറയാൻ പറ്റുമോ? അല്ല, അത് പറ്റില്ല. എന്നാലും ആൾക്കാർക്ക് മനസ്സിലാവണം എന്തെങ്കിലും പറയണ്ടേ? ഇല്ല, അതിപ്പോ എന്താ അസുഖം എന്ന് ചോദിച്ച എന്താണ്? വരും. ഞാൻ രാവിലെ ഫോൺ ചെയ്തിരുന്നു. ഞാൻ രാവിലെ വിളിച്ചിരുന്നേ. അച്ഛനെ നോക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു എന്റെ പേര് സത്യശീലൻ. സത്യശീലൻ അല്ലേ? നിങ്ങളുടെ വീട് എവിടെയെന്ന് പറഞ്ഞു? വീട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാണ്. ആണ് അല്ലേ? അച്ഛനിപ്പോ എത്ര വയസ്സായി? അച്ഛനിപ്പോ ഒരു 80 വയസ്സിന്റെ മുകളിലുണ്ടാവും, 85. എന്താ വെച്ചാലേ ഇതിപ്പോ ഈ മെയിൽ നേഴ്സിനെ കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സ്ത്രീകളാച്ച കുഴപ്പമില്ല, അത് നമുക്ക് ആവശ്യാനുസരണം വേണമെങ്കിൽ ഉണ്ട്. അങ്ങനെ പോവാനായിട്ട് തയ്യാറാണ്. ഞങ്ങള് രാവിലെ ഇപ്പൊ ഞാനും വൈഫും ഓഫീസിൽ പോകും. അപ്പോ തിരിച്ച് വരുന്നത് വരെ വീട്ടിലൊരാളുണ്ടാവണം. അച്ഛന് ഗുളിക എന്തെങ്കിലും എടുത്തു കൊടുക്കണം, പിന്നെ മരുന്ന് വേണല്ലോ. അതെ, അത്ര വേണം. വേറെ അസുഖമൊന്നുമില്ല? ഇല്ലില്ല, വേറെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല. ശരി. അതിന്റെ ഒരു രജിസ്ട്രേഷൻ ഫീ ഉണ്ട്, പിന്നെ ഒരു സർവീസ് ചാർജ് അടക്കണം. സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ 1500 റുപ്യ, 3500 റുപ്യാണ് രജിസ്ട്രേഷൻ ഫീ. പിന്നെ ഒരു മാസത്തെ വരെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് അടക്കണം ആദ്യം. അത് 12000 മുതലാണ്. ഒരു മാസം 12000 റുപ്യ. അതെ, 12000 അല്ല, ഇപ്പൊ 15000 ആണ്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം. പിന്നെ അത് നോക്ക്, പറ്റിയ ആരെങ്കിലും ഉണ്ടാ നോക്ക്. ഇത് നോക്കാണല്ലോ അല്ലേ നമ്മള് പറഞ്ഞ കാര്യങ്ങള്? ഇന്റർനാഷണൽ ലെവലിനാളുണ്ട് മന്മഥൻ. ഓ മന്മഥ എക്സ്പീരിയൻസിന്റെ ആളാണ്. ഹോം നേഴ്സായിട്ട് ഗൾഫിൽ ഒരുപാട് കാലം വർക്ക് ചെയ്ത ആളാണ്. അത് ശരി, ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എന്നാ പിന്നെ അത് മതി. സുഗത, സുഗത, ആരാ? നിങ്ങളാരാ? ഞാൻ രാഘവൻ. ഏത് രാഘവൻ? സുഗതന്റെ സുഹൃത്ത്. സുഗതന്റെ സുഹൃത്തോ? തിരിച്ചറിയൽ രേഖകൾ വല്ലതും കയ്യിലുണ്ടോ? ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ചെസ് കളിക്കലുണ്ട്. സുഹൃത്താണ് സുഗതൻ എൻ്റെ. ഞങ്ങൾ അങ്ങനെ വാക്കാ പറഞ്ഞാൽ പോരല്ലോ, എനിക്കറിയണ്ടേ. നിങ്ങൾ സുഹൃത്താണോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ഞാൻ ദിവസം വരുന്ന വീടാ ഇത്. ഇന്നലെ വരെ ഉള്ളതല്ല, ഇന്നു മുതൽ. ഇവിടെ ആരൊക്കെ വരണം, ആരൊക്കെ അദ്ദേഹത്തെ കാണണം, എന്ത് ചെയ്യണം, അദ്ദേഹം എന്ത് ചെയ്യണം എന്നെല്ലാം ഇനി ഞാൻ തീരുമാനിക്കും. ഇന്ന് സുഗതനെ വിളിച്ചേ. സുഗതനെ വിളിക്കാം. ഇരിക്കവിടെ, ഇരുന്നോ. എന്തിനാ വന്നേ? കളിക്കാൻ വേണ്ടിട്ട്. കളിക്കാനാ? ഈ പാടില്ലാതിരിക്കുന്ന ആളെ വിളിച്ചോണ്ട് എവിടെ പോയി കളിക്കാൻ പോകുന്നു? ചെസ് കളിക്കാനാ. ഷെസ്സോ? എന്താ സാധനം? ഇത് ഇങ്ങനെ പറക്കി വെച്ചിട്ട്. ഇത് എവിടെ കൊണ്ടുപോയി കളിക്കാൻ പോവാ? ഇവിടെ തന്നെ. ഇവിടെ ഇരുന്ന് കളിക്കാനാ? ഇരുന്ന് കളിക്കാൻ. എന്താ പേര് പറഞ്ഞേ? രാഘവൻ.
രാഘവൻ. അറിയാന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ.